കഴിഞ്ഞ വർഷത്തെ വിഷു നമ്മളെല്ലാവരും അടിച്ചു പൊളിച്ചല്ലേ? നിഷനായിരുന്നു എല്ലാം പ്ലാൻ ചെയ്തത്. ഇനിയിപ്പോൾ പറഞ്ഞിട്ടെന്താ കാര്യം? വിധിയെടുക്കാൻ ആർക്കും പറ്റില്ലല്ലോ. കഴിഞ്ഞ വർഷം അവനുണ്ടാക്കിയ പുകയില് അതൊക്കെ ഓർക്കുമ്പോൾ വല്ലാത്തൊരു മിസ്സിങ് അല്ലേടാ. നല്ലൊരു പയ്യനായിരുന്നു, പിന്നീട് എന്തൊക്കെയോ സംഭവിച്ചു, പാവം. അതെ, ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ദേ എല്ലാവരും ഈ ചായ അങ്ങോട്ട് കുടിച്ചേ. ഇതിപ്പോൾ അവൻ മരിച്ചെന്ന് വിചാരിച്ചിട്ട് ജീവിതകാലം മൊത്തം നമുക്ക് അവനെ ഓർത്തിരിക്കാൻ പറ്റുമോ? എന്നാ ബാ നമുക്ക് ചായ കുടിക്കാം. ബാ എല്ലാവരും ഇത് എടുത്തടാ. ഒരു ഗ്ലാസ് നേടാ. കൊണ്ടുപോയി അങ്ങനെ അതും പോയി. ഇതാരടി ചായ? ഏത് ചായ? എനിക്കറിയില്ല, ഞാൻ 6 ഇട്ടുള്ളൂ. ഇല്ലടി, നീ ചിലപ്പോൾ പഴയ ഓർമ്മയിലെല്ലാം ഉണ്ടാക്കിയതായിരിക്കും. അത് സാരില്ലടാ, അത് അവനുള്ള ചായയായിട്ട് കൂട്ടാം. അപ്പൊ എല്ലാവരും ചിയേഴ്സ് അടിച്ചേ. ചായ കുറയണ്ടാ? പിന്നെ ചായ കുടിച്ചാൽ കുറയൂലേ? അതല്ലടാ പതൂരി, ചായ കുറയണ്ടോന്ന് അവിടത്തെ. പിന്നെ എടാ ചായ കുറയണ്ട ശരിക്കും. ഗ്ലാസ്സിലോട്ടുണ്ടായിരുന്നെങ്കിൽ ചായ താഴെ പോലായിരുന്നോടാ. നോക്കട്ടെ, കുറേ കണ്ടോ? നീ എന്തൊന്നും മിണ്ടാതെ? നിനക്ക് വേഗം പിടിച്ചോ? ചാടി. Good spirit, please go. Good spirit, please go. Go. പോയി നോക്കാം. നീ പോയി നോക്ക്, നിഷനല്ലെങ്കിൽ ഞങ്ങൾ വരാം. അപ്പൊ നിഷനാണെങ്കിലോ? കോരിയെടുക്കാൻ ഞങ്ങൾ വന്നോളാം. കാണിച്ചു തരട്ടെ. ഞാനെന്തിനാ പേടിക്കണേ? അവൻ്റെ ചേട്ടല്ലേ, ഞാൻ പേടിക്കേണ്ട ആരുണ്ടോ? ഞാൻ പേടിക്കൂല. നീയാർന്നാ? ഞാൻ ദേ ഉറങ്ങണാണല്ലേ? പോയി വിളിക്കടി, എണീറ്റ് പോയി വിളിക്കടി. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18. എങ്ങനെ ഉണ്ടായിരുന്നു ഞാനില്ലാത്ത ഈ 1 വർഷം? ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ, അല്ലേടി? അതെ, കുറച്ച് മുന്നേ കൂടെ ചേട്ടനെ കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ. മോനെ വൈശാഖേ, ഞാൻ മരിച്ചെന്ന് രാത്രി നീ ആരും അറിയാണ്ട് കുഴിമന്തി കഴിക്കാൻ പോയല്ലേ? ഒറ്റക്ക് പോയി കഴിച്ചില്ലടത്തിണ്ടി കൂട്ടാതെ. ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോ അവന് കുഴിമന്തിയും സാലഡും പെപ്സി കൊണ്ടതിലെ ഭക്ഷണം ഇറങ്ങും അല്ലേ? ഒന്നുമില്ലേലും
ഞാൻ നിന്റെയൊക്കെ ചേട്ടനല്ലേടാ. മോളെ ഹർഷേ, ഞാൻ മരിച്ചെന്ന് രാത്രി നീ നിന്റെ ചെക്കനും കൂടി ബാംഗ്ലൂരിലേക്ക് പോയല്ലേ? എന്നിട്ട് നീ വീട്ടിലെന്താ പറഞ്ഞേ? അത് ചേട്ടൻ്റെ ആത്മാവിന് ശാന്തി കിട്ടാൻ വേണ്ടി ഗംഗാനദി മുങ്ങി കുളിക്കാൻ പോയെന്ന്. മര്യാദക്കുള്ള വെള്ളത്തിൽ പോലും നീ കുളിക്കില്ലല്ലോ മോളെ. എന്നിട്ടാണ് ഗംഗാ വെള്ളത്തിൽ അവൾ കുളിക്കാൻ പോണത്. അല്ല, ഈ മരിച്ച ചേട്ടൻ എങ്ങനെയാ തിരിച്ചെത്തിയേ? അല്ല, തിരിച്ചെത്തിയേ? അതൊക്കെ ഞാൻ പറയാം. കഴിഞ്ഞ വിഷുവിന് ഞാൻ നിങ്ങളെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ വിഷുവിനെ ഓ കുറച്ചുകൂടെ ഉപദ്രവിക്കാമായിരിക്കും. അല്ല, ഞാനിവിടെ വന്നിട്ട് ഹാപ്പി ന്യൂസും ഉണ്ട് സാഡ് ന്യൂസും ഉണ്ട്. ഏതാ നിങ്ങൾക്ക് ആദ്യം അറിയണ്ടേ? ഞാൻ തന്നെ പറയാം. ആദ്യം ഹാപ്പി ന്യൂസ് തന്നെ ആയിക്കോട്ടെ. ഈ പ്രാവശ്യത്തെ വിഷു നമ്മൾ ഒരുമിച്ച് ആഘോഷിക്കുന്നു. എന്താണ് നിനക്കെ കുറിച്ച് സന്തോഷമില്ലാത്ത? എന്താണ് നിനക്കെ കുറിച്ച് സന്തോഷമില്ലാത്ത? മക്കളെ, എന്താണ് ഞാൻ അവസാനമായിട്ട് പറഞ്ഞതെന്ന് ഓർക്കുന്നുണ്ടാ? ഈ വർഷത്തെ വിഷു നമ്മൾ ഒരുമിച്ച് ആഘോഷിക്കുന്നു. അത് ഞാൻ ഇപ്പൊ പറഞ്ഞത്. മരിക്കണതിന് മുന്നേ ഞാൻ അവസാനമായിട്ട് പറഞ്ഞ കാര്യം എന്താണെന്ന് ഓർക്കുന്നുണ്ടാ? മൂന്നാറിലേക്ക് ബൈക്ക് റൈഡ്. അത് ഞാൻ മരിക്കണ 2 ദിവസം മുന്നേ പറഞ്ഞതല്ലേ? മണാലിയിലോട്ട് ട്രിപ്പ് പോവാൻ. അത് ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ? അച്ഛൻ ദുബായി നോടുന്ന സ്കോച്ച് ഒറ്റയ്ക്ക് നടിക്കാന്ന് പറഞ്ഞില്ലായിരുന്നോ ചേട്ടൻ? അത് നമ്മൾ ചെയ്തല്ല. ഞങ്ങൾക്ക് ഓർമ്മയില്ല. ചേട്ടൻ തന്നെ പറ. ഇത്രയും ചെറിയ കാര്യം പോലും ഓർത്തിരിക്കാത്ത നിങ്ങളാണ് എന്നെ മിസ് ചെയ്യണമെന്ന് പറഞ്ഞത്. ഫീലായെന്ന് തോന്നുന്നു. നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ തന്നെ പറയാം. അങ്ങനെ ഒരു സംഭവം ഇല്ല. തമാശ പറഞ്ഞതാ ഞാൻ. ഇഷ്ടമായില്ലേ? ഞങ്ങളങ്ങ് ഇല്ലാണ്ടായി ചേട്ടാ. മോനെ വൈശാഖേ, എന്താ ഏട്ടാ? മോനൊന്ന് ഇങ്ങോട്ട് വന്നേ. എന്താ ഏട്ടാ? ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പുള്ളിയെ പിടിച്ച് തിന്നും. നീ പോയില്ലെങ്കിൽ നമ്മളെല്ലാരും പിടിച്ചു പോടാ. വാടാ വാടാ. വേണ്ട ഏട്ടാ. വാടാ. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലടാ എൻ്റെ സമ്മതം ഇല്ലാണ്ട് എൻ്റെ ഉടുപ്പൊന്നും എടുത്തിടരുതെന്ന്. ഞാൻ മരിച്ചതിന് ശേഷം എൻ്റെ ഉടുപ്പെല്ലാം നീ ചാമ്പിയല്ലേ? അയ്യോ, ഞാൻ സമ്മതം ചോദിച്ചിട്ടാണല്ലോ ചേട്ടാ ചെയ്തത്. മരിച്ചതിന് ശേഷം നമ്മൾ ഇപ്പോഴല്ലടാ കാണുന്നത്. അയ്യോ അല്ല, ചേട്ടൻ മരിച്ചതിന് ശേഷം ഞാൻ ബലിയിലായിട്ട് പോയിരുന്നേ. അപ്പോൾ അവിടെ ബലിക്കാക്കയുടെ രൂപത്തിലേ ചേട്ടൻ വന്നിരുന്നു. അപ്പം എല്ലാം ചോദിച്ചതാ. അപ്പം ചേട്ടൻ സംഭവം പറഞ്ഞ കൂടെ അല്ലേ? എങ്ങനെ? ഞാൻ ചേട്ടന് വേണ്ടി ബലിയിട്ടപ്പോൾ ഇങ്ങനെ ഓരോ പിണ്ട് ഉരുട്ടി ഇങ്ങനെ വെച്ചില്ലേ. അപ്പം ഞാൻ പറഞ്ഞു സമ്മതാണെങ്കിൽ മൊത്തം കൊത്തി തിന്നാൻ. അപ്പം മൊത്തം കൊത്തി തിന്ന ചേട്ടൻ. അപ്പം ഞാൻ വിചാരിച്ചു സമ്മതായിരിക്കുന്നു. അപ്പൊ അവൻ എൻ്റെ ബൈക്ക് ചാമ്പിയതാ. എന്തുവാടാ? ഞാനും തന്നായിരുന്നു ഒരു ഉരുള. വേറെ ആരൊക്കെ ഉരുള ഉരുട്ടിയിട്ടുണ്ട്? ഇവളൊരു ഹെഡ്സെറ്റ്, ഇവളൊരു ഫോണ്, ഞാൻ ചെറിയൊരു ലാപ്ടോപ്പ്. എനിക്കൊന്നിനും സമയം കിട്ടില്ല കേട്ടോ. ബാക്കി എല്ലാം ഇവരെടുത്തോണ്ട് പോയി. അപ്പൊ എൻ്റെ ആപ്പിളിൻ്റെ വാച്ചാ? അത് വീട്ടിലിരിപ്പുണ്ട്, കൊണ്ടുത്തരാം. വേണ്ടടാ മക്കളെ, ചത്ത കളിക്ക് എന്തിനാ കൂട്? ഞാൻ മരിച്ചിട്ട് ഇന്നേക്ക് 1 വർഷമായില്ലേ. ഇത്രയും കാലത്തിന് ശേഷം എന്നെ കണ്ടിട്ട് നിങ്ങൾക്കൊന്നും എന്നോട് ചോദിക്കാനില്ലേ? കാലൻ ചേട്ടന് സുഖല്ലേ? കാലൻ ചോദിക്കാൻ പറ്റിയ നല്ല ബെസ്റ്റ് ചോദ്യം. നമ്മളുടെ കാലനെ നമ്മൾ തന്നെയാ. ആഹാ, എന്താ പ്രാസം. മിണ്ടാണ്ടിരിക്കും. ചേട്ടൻ എന്തിനാ ആത്മഹത്യ ചെയ്തത്? വല്ല പ്രേമവും വല്ല ആയിരുന്നെങ്കിൽ ഞങ്ങൾ നടത്തി തരത്തില്ലായിരുന്നു ചേട്ടാ. പെണ്ണില്ലാതെയാ. അതൊക്കെ ഞാൻ വഴിയെ പറയാം. നമുക്കേ വിഷു ആഘോഷിച്ചാലാ? എനിക്കാണെങ്കിലേ അധികം സമയമൊന്നുമില്ല. എത്രയും പെട്ടെന്ന് ആഘോഷിച്ചിട്ട് പോണം. നിങ്ങൾ പോയിട്ട് വിഷുവിൻ്റെ ഉടുപ്പൊക്കെ ഇട്ടുണ്ടോ? എന്താ പോണില്ലേ? വേഗം പോയി ഉടുപ്പിട്ടിട്ട് വാ. ചേട്ടൻ എവിടെ പോയി? എന്തോ എല്ലാരും ഈ ഡോർ തുറന്ന് അടുക്കളയിലേക്കൊന്ന് കയറിക്കേ.
ഞാൻ നിങ്ങൾക്ക് വേണ്ടിട്ടൊരു വിഷുക്കണി ഒരുക്കിയിട്ടുണ്ട്. തുറക്ക് തുറക്ക്. എന്താ പേടിച്ചു പോയാ? ഇതൊക്കെ ഒരു രസമല്ലേ? ആർക്ക്? എനിക്ക്. കഴിഞ്ഞ വിഷുവിന് നമ്മൾ ഒരുപാട് കുസൃതികൾ ഉണ്ടാക്കി. അതേ കുസൃതികൾ നമുക്ക് ഈ വിഷുവിനും ഉണ്ടാക്കണ്ടേ? എന്റെ പൊന്നി ചേട്ടാ, ചേട്ടൻ ജീവിച്ചിരുന്നപ്പോഴേ ആൾക്കാർ പറഞ്ഞിട്ടൊന്നും ചേട്ടന് വട്ടാണെന്നാണ്. അവസാനം ആ ചീത്തപ്പേര് ഞങ്ങൾക്കും കിട്ടി. ഇനി അതേപോലത്തെ വല്ല വള്ളി ഉണ്ടാക്കണമെങ്കിൽ ഞാനില്ല. അല്ല, ഞാനില്ല. അതെ, ചേട്ടൻ എന്തൊക്കെ പുകിലാ ഉണ്ടാക്കി വെച്ചത്? രാവിലെ എണീറ്റ് പടക്കം പൊട്ടിക്കാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞ് പട്ടിക്കൂട്ടി കൊണ്ടുപോയി പടക്കം പൊട്ടിച്ചു. അവസാനം പൊള്ളലേറ്റ പട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോണ്ടി വന്നു. ഞാൻ ഒരുപാട് ഹാപ്പിയായിരുന്നു. ആകെ ഉണ്ടായിരുന്നത് കുറച്ച് കുസൃതികളായിരുന്നു. അതെല്ലാം അബദ്ധത്തിലായിത്തീരുമെന്നോർത്ത് ഞാൻ ചെയ്തതല്ല. അന്ന് പട്ടിയുടെ കൂടുതൽ പടക്കം പൊട്ടിച്ച് ഞാനല്ലെന്ന് നിങ്ങളുടെ അടുത്ത് ഒരുപാട് പ്രാവശ്യം ഞാൻ പറഞ്ഞതാ. ആരും അത് വിശ്വസിച്ചില്ല. അതിനുശേഷം ഒരുപാട് കുസൃതികൾ എൻ്റെ പേരിൽ ഞാൻ പോലും അറിയാണ്ട് വന്നു. അവസാനം എൻ്റെ ഭക്ഷണത്തിന് വിഷം കലക്കി തന്നതുൾപ്പെടെ. എന്നിട്ട് വാട്സാപ്പിലൊരു മെസ്സേജും, എൻ്റെ മരണം ആത്മഹത്യയാണ്, അതിനാരും ഉത്തരവാദിയല്ലെന്ന്. ഇനി പറ, ആരാ ചതി എന്നോട് ചെയ്തത്? അതിപ്പോൾ ആരാണെങ്കിലും അവരെയും കൊണ്ടേ നിമിഷം പോകും. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു.